വെൽക്കം ടു 7 Day Miracles ചാനൽ. എൻ്റെ ശബ്ദം കേട്ട് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം തേടിയാണെന്ന് എനിക്കറിയാം. ഞാൻ അവരുടെ മനസ്സിലുണ്ടോ? അവർ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾ നമ്മൾ എത്ര തവണ നമ്മളോട് തന്നെ ചോദിച്ചിരിക്കുന്നു. സ്നേഹം, സൗഹൃദം, ഒരു പ്രത്യേക റിലേഷൻഷിപ്പ്, ഈ വികാരങ്ങൾ നിങ്ങളെ ഒരു വ്യക്തിയിലേക്ക് അടുപ്പിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുണ്ടോ ഒരു സ്ഥാനം എന്നറിയാൻ നമ്മൾ ആഗ്രഹിക്കും. സത്യം പറഞ്ഞാൽ നിങ്ങൾ അവരുടെ മനസ്സിലുണ്ട് എന്നതിൻ്റെ ലക്ഷണങ്ങൾ ഒരു സീക്രട്ട് കോഡ് പോലെ അവർ നമുക്ക് അയക്കാറുണ്ട്. ആ കോഡുകൾ വായിച്ചെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ കേട്ടോളൂ. ഇനിയുള്ള ഏതാനും മിനിറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിലെ കാഴ്ചപ്പാടുകൾ തന്നെ മാറാൻ പോകുകയാണ്. അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട് എന്നതിൻ്റെ, നിങ്ങളെ അവർ അഗാധമായി സ്നേഹിക്കുന്നു എന്നതിൻ്റെ തീർത്തും വിശ്വസനീയമായ 7 സൂചനകൾ. നമുക്ക് തുടങ്ങിയാലോ? നിങ്ങൾ അവരുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങളുടെ സന്തോഷം എന്നത് അവരുടെ സ്വന്തം സന്തോഷമായി മാറും. ഇതൊരു അഭിനയമല്ല, മറിച്ച് ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു പ്രതികരണമാണ്. നിങ്ങൾ ഒരു ചെറിയ കാര്യം പറഞ്ഞ് ചിരിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ തിളങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ നേട്ടങ്ങൾ പറയുമ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ ആവേശം അവർക്കുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? മൈ ഡിയർ ഫ്രണ്ട്, അത് വെറും അഭിനന്ദനമല്ല. നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ അവരുടെ തലച്ചോറിൽ ഡോപ്പമൈൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അതായത് നിങ്ങളുടെ സന്തോഷം അവരുടെ ബ്രെയിനിൽ ഒരു പോസിറ്റീവ് വേവ്സ് ഉണ്ടാക്കുന്നു. നിങ്ങളുടെ വിജയങ്ങൾ അവരുടെ സ്വന്തം വിജയങ്ങളായും നിങ്ങളുടെ ചെറിയ ചിരി പോലും അവരുടെ ദിവസത്തെ പ്രകാശമുള്ളതായും അവർ കാണുന്നു. മറ്റൊരാളുടെ വികാരങ്ങൾ സ്വന്തം വികാരങ്ങളായി സ്വീകരിക്കുന്ന ഈ മാനസികാവസ്ഥ നിങ്ങൾ അവരുടെ ജീവിതത്തിലെ എത്രത്തോളം പ്രധാനപ്പെട്ട വ്യക്തിയാണ് എന്ന് തെളിയിക്കുന്നു. അതുകൊണ്ട് ഇനി അവരുടെ അടുത്തായിരിക്കുമ്പോൾ അവരുടെ കണ്ണുകളിലേക്ക് നോക്കൂ. നിങ്ങളുടെ സന്തോഷം പ്രതിഫലിക്കുമ്പോൾ ആ മുഖത്ത് ഒരു പ്രത്യേക പ്രകാശം പരക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ മനസ്സിലുണ്ട് എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. ഈ വികാരം ആഴത്തിലുള്ള സ്നേഹത്തിൻ്റെയും പരിഗണനയുടെയും ആത്മാർത്ഥമായ ലക്ഷണമാണ്. ഇത് വെറുമൊരു ഇഷ്ടമല്ല, മറിച്ച് നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് നൽകുന്ന ഒരു സുരക്ഷിതത്വ ബോധമാണ്. ഇന്നത്തെ ലോകത്ത് സമയമാണ് ഏറ്റവും വിലയേറിയ കറൻസി. എല്ലാവർക്കും തിരക്കാ. ജോലി, കുടുംബം, മറ്റു ഉത്തരവാദിത്തങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ വലയം ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ അവരുടെ മനസ്സിൽ വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണെങ്കിൽ എത്ര തിരക്കിനിടയിലും അവർ നിങ്ങൾക്കായി ഒരു നിമിഷം കണ്ടെത്തും. എനിക്ക് തിരക്കുണ്ട് എന്നതിനേക്കാൾ ഇതിനിടയിൽ നിനക്ക് വേണ്ടി ഇതാ ഒരു 5 മിനിറ്റ് എന്നവർ പറയും. ഇത് വെറും സമയം കണ്ടെത്തൽ മാത്രമല്ല, അവരുടെ ജീവിതത്തിലെ പ്രയോറിറ്റീസിൽ നിങ്ങൾ ഏത് സ്ഥാനത്താണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ഒരാൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കായി മാത്രമേ അവർ അവരുടെ വിലയേറിയ സമയം മാറ്റിവെക്കൂ. നിങ്ങൾക്ക് ഒരു സന്ദേശം അയക്കാൻ, നിങ്ങളെ ഒന്ന് വിളിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ശബ്ദം ഒരു നിമിഷം കേൾക്കാൻ അവരെടുക്കുന്ന പരിശ്രമം ശ്രദ്ധിക്കൂ. ഈ ചെറിയ പ്രവൃത്തികൾ വലിയൊരു സത്യം വിളിച്ചു പറയും. അവരുടെ ടു ഡു ലിസ്റ്റിൽ ഏറ്റവും മുകളിലുള്ള സ്ഥാനമാണ് നിങ്ങൾക്ക്. ഓർക്കുക, ഒരാൾ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്കായി സമയം കണ്ടെത്തുന്നില്ല, അവർ അത് സൃഷ്ടിക്കുക ചെയ്യുന്നത്. നിങ്ങൾക്കായി അവർ സമയം സൃഷ്ടിക്കുന്നുണ്ടെങ്കിലേ നിങ്ങൾ അവരുടെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനത്ത് തന്നെ കൂടിയിരിക്കുന്നു. ഇത് വെറും ഇഷ്ടമല്ല, അവരുടെ ജീവിതത്തിലെ അവിഭാജ്യ ഘടകമാണ് നിങ്ങൾ എന്നതിൻ്റെ ശക്തമായ പ്രഖ്യാപനമാണ് ഇത്. ഓർമ്മശക്തി ഒരു ദൈവിക വരദാനമാണ്. എന്നാൽ നിങ്ങൾ അവരുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ ഓർക്കുന്നത് യാദൃച്ഛികമല്ല. അത് അവരുടെ ശ്രദ്ധയുടെയും താല്പര്യത്തിൻ്റെയും ലക്ഷണമാണ്. നിങ്ങളുടെ കുട്ടിക്കാലത്തെ തമാശകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം, കഴിഞ്ഞ വർഷം നിങ്ങൾ പോകാൻ ആഗ്രഹിച്ചിരുന്ന ഒരു യാത്ര, നിങ്ങളുടെ അടുത്ത പ്രോജക്റ്റ്, ഇത്തരം വ്യക്തിപരമായ കാര്യങ്ങൾ അവർ ഓർക്കുകയും സംഭാഷണത്തിനിടയിൽ അത് തിരികെ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ അതിനർത്ഥം നിങ്ങൾ സംസാരിക്കുമ്പോൾ അവർ ശരിക്കും ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. അവർ കേൾക്കുക മാത്രമല്ല, നിങ്ങളുടെ വാക്കുകൾ അവരുടെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യും. നിങ്ങളുടെ ലോകം അവർ അറിയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ അവർ ആഗ്രഹിക്കുന്നു. ഇതൊരു ചെറിയ കാര്യമല്ല, കാരണം ഈ ലോകത്ത് ഒരാൾ മറ്റൊരാൾക്ക് ശ്രദ്ധ കൊടുക്കുക എന്നത് അപൂർവമായിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ ചെറിയ കാര്യങ്ങൾ പോലും ഓർത്ത് അത് പിന്നീട് പരാമർശിക്കുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾ അവരുടെ ചിന്തകളിൽ ഒരു പ്രത്യേക ഇടം നേടിയിരിക്കുന്നു എന്ന്. കാരണം അവർക്ക് പ്രാധാന്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ബ്രെയിൻ ദീർഘകാലത്തേക്ക് സൂക്ഷിച്ചു വെക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ അവരുടെ മനസ്സിലെ പ്രധാനപ്പെട്ട ഫയലുകളിലെ ഒരാളാണ്. ഈ ശ്രദ്ധ എന്നത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയോടുള്ള അവരുടെ ആഴമായ മതിപ്പിൻ്റെ സൂചനയാണ്. ഒരു വ്യക്തി അവരുടെ ഭാവിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ ആ സംഭാഷണത്തിലുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അവരുടെ ജീവിതത്തിലെ ഭാവി തന്നെയാണ് എന്നതാണ്. ഇതൊരു പക്ഷേ ഏറ്റവും ശക്തമായ സൂചനയായിരിക്കും. അടുത്ത വർഷം നമുക്കവിടെ പോയാലോ? അല്ലെങ്കിൽ അവൻ്റെ കല്യാണത്തിന് നമ്മൾ എന്ത് ചെയ്യും?
ഈ പ്രോജക്റ്റ് കഴിയുമ്പോൾ നമുക്ക് ഒരുമിച്ചൊരു യാത്ര പോയാലോ? ഇത്ര വാക്കുകൾ ശ്രദ്ധിക്കൂ. ഈ വാക്കുകൾ കേവലം ആസൂത്രണങ്ങളല്ല, മറിച്ച് അവരുടെ ഭാവി സ്വപ്നങ്ങളിൽ നിങ്ങൾക്കൊരു സ്ഥാനം അവർ നൽകുന്നു എന്നതിൻ്റെ തെളിവാണ്. അവരുടെ ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിൽ നിങ്ങൾ ഒരു അഭിവാജ്യ ഘടകമായി മാറിക്കഴിഞ്ഞു. ഒരു സാധാരണ സുഹൃത്തിനെക്കുറിച്ചോ താൽക്കാലിക ബന്ധത്തെക്കുറിച്ചോ ആരും ഭാവി കാര്യങ്ങൾ ആസൂത്രണം ചെയ്യില്ല. അവർ നിങ്ങളെ കാണുന്നത് ഒരു സ്ഥിരമായ ബന്ധമായിട്ടാണ്, ഒരുമിച്ചുള്ള ഒരു യാത്രയായിട്ടാണ്. അവരുടെ വാക്കുകളിലെ നമ്മൾ എന്ന പ്രയോഗം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം നിറയണം. കാരണം അത് വെറും ഒരു പദമല്ല, മറിച്ച് ഞാൻ എന്ന അവരുടെ ലോകം നമ്മൾ എന്ന നിങ്ങളുടെ ലോകവുമായി ലയിക്കാൻ തയ്യാറാണ് എന്നതിൻ്റെ ഉറപ്പാണ്. ഈ വികാരം ഒരു താൽക്കാലിക ഇഷ്ടത്തേക്കാൾ ഉപരി ദീർഘകാല ബന്ധത്തിനായുള്ള അവരുടെ ആഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് നൽകുന്ന സുരക്ഷിതത്വ ബോധമാണ് ഈ സംഭാഷണങ്ങൾക്കെല്ലാം കാരണം. ഒരു വ്യക്തിക്ക് മറ്റൊരാളോട് ഏറ്റവും കൂടുതൽ വിശ്വാസം തോന്നുന്നത് എപ്പോഴാണ്? അവർക്ക് അവരുടെ വീക്ക്നെസ്, ഭയങ്ങൾ, ആഴത്തിലുള്ള സ്വപ്നങ്ങൾ എന്നിവ തുറന്നു പറയാൻ കഴിയുമ്പോൾ. ലോകത്തിനു മുന്നിൽ അവർ ശക്തരായി അഭിനയിച്ചാലും നിങ്ങളുടെ മുന്നിൽ അവർ അവരുടെ മുഖംമൂടി അഴിച്ചു വയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ മനസ്സിൽ എത്രത്തോളം ഉണ്ട് എന്ന് തിരിച്ചറിയൂ. ഇത് വെറും സംസാരമല്ല, ആത്മാവിൻ്റെ തുറന്നു കാട്ടല. അവരുടെ ഏറ്റവും വലിയ ഭയം എന്താണെന്ന് അവർ നിങ്ങളോട് പറയുമ്പോൾ, അവരുടെ കഴിഞ്ഞ കാലത്തെ വേദനിപ്പിച്ച കാര്യങ്ങൾ അവർ നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ നിങ്ങൾ വെറും ഒരു കേൾവിക്കാരനല്ല, നിങ്ങൾ അവരുടെ സുരക്ഷിത താവളമാണ്. ഈ ലോകത്ത് വിധി നിർണ്ണയിക്കപ്പെടാതെ, പരിഹസിക്കപ്പെടാതെ, പൂർണ്ണമായി അംഗീകരിക്കപ്പെടുന്ന ഒരിടം തേടുകയാണ് എല്ലാവരും. നിങ്ങളുടെ അടുത്ത് അവർക്ക് ആ സുരക്ഷിതത്വം അനുഭവപ്പെടുന്നുണ്ട്. ഈ പങ്കുവയ്ക്കൽ സൂചിപ്പിക്കുന്നത് അവർ നിങ്ങളെ പൂർണ്ണമായി വിശ്വസിക്കുന്നു, അവരുടെ ആത്മാവിൻ്റെ താക്കോൽ നിങ്ങളുടെ കൈവശം നൽകിയിരിക്കുന്നു എന്ന. ഈ വിശ്വാസം ഒരു ബന്ധത്തിൻ്റെ ഏറ്റവും ഉയർന്ന രൂപമാണ്. ഒരു വ്യക്തിക്ക് അവരുടെ ഏറ്റവും ദുർബലമായ ഭാഗം കാണിക്കാൻ കഴിയുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ അവരുടെ മനസ്സിൽ നിന്നും ഒരിക്കലും മായ്ച്ചു കളയാൻ കഴിയില്ല. നിങ്ങൾ അവരുടെ മനസ്സിലുണ്ടെങ്കിൽ അവരെടുക്കുന്ന പ്രധാന തീരുമാനങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായം തേടും. എന്തിനധികം നിങ്ങളുടെ അഭിപ്രായത്തിന് അവർ വലിയ വില കൽപ്പിക്കുകയും ചെയ്യും. പുതിയ ജോലി തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ, ഒരു പ്രധാനപ്പെട്ട വാങ്ങൽ നടത്തുന്നതിൽ, അല്ലെങ്കിൽ ഒരു പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായത്തിന് അവർ പ്രത്യേക പ്രാധാന്യം നൽകുന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാട് അവരുടെ ജീവിതത്തിൽ ഒരു ദിശാസൂചകമായി അവർ കാണുന്നു എന്നാണ് അർത്ഥം. അവർ നിങ്ങളെ വെറുമൊരു ഉപദേശകനായി കാണുകയില്ല, മറിച്ച് അവരുടെ ലോകത്തെക്കുറിച്ച് മികച്ച ധാരണയുള്ള ഒരാളായി കാണുന്നു. ഇത് വെറും ബഹുമാനമല്ല, നിങ്ങളുടെ ബുദ്ധിയെയും വിവേകത്തെയും അവർ അത്രയധികം വിശ്വസിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. ഒരാൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മറ്റൊരാളുടെ പ്രതികരണം തേടുന്നത് അവരുടെ ജീവിതത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ നിങ്ങൾ ഒരു പങ്ക് വഹിക്കുന്നു എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ ഒരു തീരുമാനത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചാൽ അതിനെക്കുറിച്ച് അവർ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ മനസ്സിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിൽ ഒരാളാണ്. നിങ്ങളുടെ സാന്നിധ്യം അവരുടെ ജീവിതത്തിന് മൂല്യം നൽകുന്നു എന്നതിൻ്റെ ശക്തമായ സൂചനയാണ് ഇത്. ഏറ്റവും മനോഹരവും എന്നാൽ ലളിതവുമായ സൂചന. നിങ്ങൾ അരികിലില്ലാത്തപ്പോൾ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ മനസ്സിലുണ്ട്. ഇത് എങ്ങനെ അറിയും? നിങ്ങൾ പോയ ശേഷം അവർ ഉടനെ തന്നെ മെസ്സേജ് അയക്കാറുണ്ടോ? നിങ്ങൾ ഇല്ലാത്തപ്പോൾ നടന്ന കാര്യങ്ങൾ അവർ നിങ്ങളുമായി പങ്കുവെക്കാൻ വെമ്പൽ കൊള്ളും. നിങ്ങളൊരു യാത്ര പോകുമ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ നിരന്തരം തിരക്കും. ഈ മിസ് ചെയ്യൽ എന്നത് നിങ്ങളുടെ സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പോസിറ്റീവ് സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് തെളിയിക്കുന്നു. ഒരു ശൂന്യത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം നടക്കുമ്പോൾ നീ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവർ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ അവരുടെ മനസ്സിൽ നിന്ന് മാറ്റി നിർത്താൻ അവർക്ക് കഴിയില്ല. ഫ്രണ്ട്, സ്നേഹത്തിൻ്റെയും ഒരു റിലേഷൻഷിപ്പിൻ്റെയും ഏറ്റവും വലിയ അളവുകോൽ മറ്റൊരാളുടെ അസാന്നിധ്യത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ശൂന്യതയാണ്. നിങ്ങൾ അവരുടെ മനസ്സിലുണ്ട് എന്നതിൻ്റെ അവസാനത്തെയും എന്നാൽ ഏറ്റവും തീവ്രവുമായ തെളിവായി ഇത്. നിങ്ങൾ അവരുടെ ലോകത്തിന് പൂർണ്ണത നൽകുന്ന വ്യക്തിയാണ്. നിങ്ങൾ കേട്ട ഈ 7 സൂചനകളും വെറും സിദ്ധാന്തങ്ങളല്ല. ഇത് മനുഷ്യ മനസ്സിൻ്റെ ആഴങ്ങളിൽ നിന്ന് വരുന്ന നിങ്ങളോടുള്ള അവരുടെ സ്നേഹത്തെയും താല്പര്യത്തെയും കുറിച്ചുള്ള വ്യക്തമായ പ്രഖ്യാപനങ്ങളാണ്. ഈ നിമിഷം മുതൽ നിങ്ങൾ ആ വ്യക്തിയുമായി ഇടപഴകുമ്പോൾ ഈ സൂചനകൾക്കായി ശ്രദ്ധിക്കൂ. അവരുടെ ചെറിയ പ്രവൃത്തികളിലൂടെ, വാക്കുകളിലൂടെ, കണ്ണുകളിലൂടെ അവർ നിങ്ങളോട് പറയുന്ന സത്യം കണ്ടെത്തൂ. നിങ്ങൾ സ്നേഹിക്കപ്പെടാൻ, ആദരിക്കപ്പെടാൻ അവരുടെ മനസ്സിലുണ്ടാവാൻ തീർച്ചയായും അർഹനാണ്. ഇനി സംശയം വേണ്ട. നിങ്ങളുടെ ബന്ധം ശക്തിപ്പെടുത്താനുള്ള അടുത്ത ചുവടുവയ്ക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടാകട്ടെ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബി ഹാപ്പി, ബി പോസിറ്റീവ് ആൻഡ് അക്സെപ്റ്റ് യുവർ മിറക്കിൾസ് റൈറ്റ് നൗ.